സസെപ്റ്റിബിലിറ്റി നമ്മൾ ചെയ്യുമ്പം കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് മാഡം ഒക്കെ നന്നായിട്ട് പറയാൻ പറ്റും. ലൈക്ക് നമ്മൾ സ്ലോപ്പ്, ആസ് ഐ ടോൾഡ്, സ്ലോപ്പ് ഇസ് എ ബിഗ് ഫാക്ടർ. പിന്നെ അവിടുത്തെ ഈ സോയിലിൻ്റെ തിക്നെസ് ഒരു ഫാക്ടറാണ്. പിന്നെ അവിടുത്തെ റോക്സ് ഫ്രാക്ചേർഡ് ആണെങ്കിൽ അതൊരു ഫാക്ടറാണ്. പിന്നെ ആസ്പെക്റ്റ് നമ്മൾ പറയും, അതാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ്, വെദർ ഇസ് എ മേജർ ഫാക്ടർ, എസ്പെഷ്യലി ഇൻ ആൻ ഏരിയ ലൈക്ക് കേരളത്തിൽ നമുക്ക് വെദർ ആണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. നമ്മൾ ഈ അപ്പർ ടെറൈനിലൊക്കെ ഇത്രയും വാട്ടർഫോൾസ് ഉണ്ടല്ലോ. ഈ വാട്ടർഫോൾസ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒരു പാറ വന്നിട്ട് ഇങ്ങനെ വന്നാലേ വെള്ളച്ചാട്ടം ഉണ്ടുള്ളൂ. അപ്പം ഈ എപ്പോഴാണ് ഈ പാറ ഒരുമിച്ചിരുന്ന പാറ ഇങ്ങനെ വീഴുവോ, ഇവിടുന്ന് പൊട്ടിപ്പോയാലേ ഈ വെള്ളം ചാടുള്ളൂ. അതർവൈസ് വാട്ടർ വിൽ ഗോ ഇൻ എ നോർമൽ കണ്ടീഷൻ അല്ലേ. അപ്പം അത്രയും വാട്ടർഫോൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട്. ആ ടെറൈൻ അങ്ങനെയാണ്. ആ ടെറൈനിൽ റോക്കിന്റെ ഒരു, അതായത് അവിടുത്തെ ഒരു ജിയോളജിക്കൽ ഫാക്ടറാണ്. നമ്മൾ ജിയോളജിയിൽ തന്നെ കുറേ ഡിവിഷൻസ് ഉണ്ട്. സോ വി ഹാവ് ദാറ്റ്, വി കോൾ ഇറ്റ് എസ് സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ കുറേ സ്ട്രക്ചറൽ, അവിടുത്തെ ഡ്രെയിനേജ് എല്ലാം സ്ട്രക്ചറലി കൺട്രോൾഡ് ആണ്. സ്ട്രക്ചർ മീൻസ് ദീസ് ആർ ഓൾ സം ലീനിയർ ഫീച്ചേഴ്സ് along which all these rivers are flowing. അപ്പോൾ ആ ലീനിയർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇങ്ങനത്തെ ഒരു മൗണ്ടനസ് ഏരിയയിലൊക്കെ ലീനിയർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അതൊരു ഫോൾട്ടോ മീൻസ് അല്ലെങ്കിൽ ഒരു ഫോൾഡിങ്ങിൻ്റെ പാർട്ടോ, അങ്ങനെ റോക്ക് വളഞ്ഞും പൊട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ ആ വലിയ ലോങ് ഫ്രാക്ചേഴ്സ് ആകുമ്പം അത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മലയാണ്, നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ സോയിലുണ്ട്, അതിനടിയിലെ പാറയിൽ ഈ ഫ്രാക്ചേഴ്സ് ഉണ്ട്, വെള്ളം ഫുൾ അതിനകത്ത് കയറും. അപ്പം സോയിൽ ഒരു പരിധി വരെ വെള്ളം അതിനെ ഹോൾഡ് ചെയ്യും. പിന്നെ അത് സാച്ചുറേറ്റഡ് ആവും. സോ ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ദീസ് വീക്കർ സോൺ. ഈ വീക്കർ സോണിൻ്റെ പാറയാണല്ലോ, പാറയ്ക്ക് ആ വിടവിലും ഈ വെള്ളം സ്റ്റോർ ചെയ്യും. പിന്നീട് എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇത് യൂഷ്വലി നമ്മൾ ട്രിവാൻഡ്രം ഭാഷയിൽ നമ്മൾ പറയില്ലേ, ഊറ്റെന്ന് പറയില്ലേ. സോ ഈ സോയിലിനകത്തുനിന്ന് വെള്ളം അങ്ങനെ പോകാനുള്ള കുറേ വഴികളുണ്ട്. സോ ഈ വഴി കൂടെ അല്ലേ ഈ ഊറ്റല്ലേ, ഉറവ, സ്പ്രിങ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ പല ഇതിലൂടെ പുറത്തു വരും. പക്ഷേ വെൻ ദ റെയിൻഫോൾ ഈസ് മോർ, എന്താ പറ്റുക, അത് ബാലൻസ് ചെയ്യാതെ വരും. ഭയങ്കര. പിന്നെ കണ്ടിന്യൂസ് റെയിൻ. ഇപ്പം ഇന്നിപ്പം ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴ പെയ്തെങ്കിലും 2 ദിവസം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഇറ്റ് വിൽ ജസ്റ്റ് സീപ്പ് ഔട്ട്. അത് ആ വഴിയിലായത് പോയിക്കോളും. പക്ഷേ അതിനുള്ളൊരു ടൈം കൊടുക്കാതെ, ഇഫ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ്ലി റെയിൻ, ഇറ്റ് ബിക്കം സാച്ചുറേറ്റഡ്. നമ്മൾ ബലൂണിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ തന്നെയാണ്. വെള്ളം അത് ഹോൾഡ് ചെയ്ത് നിൽക്കും. ആൻഡ് ഓൺ സം ടൈം ഇറ്റ് ക്യാനോട്ട് ഹോൾഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബേസ്റ്റ്. ആൻഡ് ദാറ്റ് ബേസ്റ്റ് ഇസ് ഡിസാസ്ട്രസ്. അപ്പോൾ ഈ റോക്കിനകത്തുള്ള ഈ ഫ്രാക്ചേഴ്സിനകത്തൂടെ വെള്ളം ഹോൾഡ് ചെയ്ത് കഴിയുമ്പം റോക്ക് വീഴുക എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ആ ഒരു ബ്ലാസ്റ്റിംഗ് ആണത്. ശരിക്കും നമ്മൾ തമര് വെച്ച് പൊട്ടിക്കുന്ന അതേ ഒരു ഫീലായിരിക്കും ആ റോക്കിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് നിറച്ചും ആംഗുലർ ആയിട്ടുള്ള റോക്ക് പീസസ് എല്ലാം മേളിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ബോത്ത് ദീസ് തിങ്സ് ഹസ് ഹാവ് ആക്റ്റഡ്. അല്ല, ഇവിടെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ല. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇഫ് ഐ ആം ടെല്ലിങ്, ഈ ഒരു മലയുടെ ഈ ഒരു പ്രദേശത്ത് ഹ്യൂമൻ ഇന്റർവെൻഷൻ അല്ല ഈ സ്ലൈഡിൻ്റെ ഒരു റീസൺ. ഇറ്റ് വാസ് ലൈക്ക് സ്ലോപ്പ് ഭയങ്കര കൂടുതൽ, ടൊറൻഷ്യൽ റെയിൻ ആൻഡ് ദിസ് സ്ട്രക്ചർ ഇറ്റ് ഹാസ് അഫക്റ്റഡ്. അത് അത്രയും വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റാതെ ഇറ്റ് ഹാസ് ഡൺ. ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് വരുന്നിട്ടുണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ക്വാറീസ്. സോ ക്വാറീസിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്തിൻ്റെ ജിയോളജി പഠിച്ചിട്ടല്ല ക്വാറി ഒന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെ ഫ്രാക്ചേഴ്സ് ഉള്ള നിറയെ ക്വാറീസ് ഉണ്ട് നമ്മുടെ ഒരു നാട്ടിൽ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ ഫ്രാക്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുന്നത് ഒരു സ്ഥലത്താണെങ്കിലും ഇതിൻ്റെ ഒരു റിപ്പർക്കേഷൻ വിൽ കം ടു സം അതർ പ്ലേസ്. അത് ആ ഒരു കാരണം, ഇത് ഈ പൊട്ടിക്കുക എന്ന് പറയുന്നത് ആ ഒരു എനർജി, ഇറ്റ് വിൽ ഗോ ടു സച്ച് ഫാർ അവേ പ്ലേസ് ഓൾസോ. നല്ല ഡിസ്റ്റൻസിലൊക്കെ പോവും. അപ്പോൾ അങ്ങനെ പോകുമ്പം ആ പോർഷൻ അത് പക്ഷേ കൂടുതലും റോക്ക് ഫോളൊക്കെ ആയിരിക്കും. ഒരു സ്ലൈഡിനെക്കാട്ടിലും ഇങ്ങനെ ഒരു ഡെബ്രി ഫോളിനെയൊക്കെ കാട്ടിലും പിന്നെ വരുന്നത് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, പ്ലാന്റേഷൻ. അത് ഏത് ടൈപ്പാണ്, ആ ഓരോ ടെറൈനും അതിൻ്റേതായ രീതിയിലുള്ള പ്ലാന്റേഷൻ ആണ് ഏറ്റവും ബെസ്റ്റ്.
സോയിൽ കുറവുള്ള സ്ഥലത്ത് നടേണ്ട ചെടികളുണ്ട്, സോയിൽ കൂടുതലുള്ള സ്ഥലത്തുള്ള ചെടികളുണ്ട്. പിന്നെ ഈ ഫ്രാക്ചേഴ്സ് ഒക്കെ ഉള്ള റോക്കിലാണെങ്കിൽ നടണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ബീച്ചസിലൊക്കെ ബീച്ചിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് കാസുറിന ട്രീ ആണ് വെക്കുക. അവിടെ കൊണ്ട് വേറൊരു മരം വെച്ചിട്ട് കാര്യമില്ല. സോ എന്താ വെച്ചാൽ ആ ഡ്യൂണിനെ മൂവ് ചെയ്യാതിരിക്കണമെങ്കിൽ ആ സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാസുറിന വെക്കുന്നത്. അപ്പം മീൻസ് അത് നാച്ചുറലി തന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെ ഉണ്ടാവും, പ്ലാന്റ്സ് ഉണ്ടാവും. പക്ഷെ അതിനെ മാറ്റിയിട്ട് പിന്നെ സെക്കൻഡ് തിങ് ഈസ് ദറ്റ് ഹില്ലി ടെറൈനിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഈ നമ്മൾ സ്ട്രീംസിനകത്ത് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറയും. അതായത് ഫസ്റ്റ് ഓർഡർ മീൻസ് ആദ്യം ഉണ്ടാകുന്ന ചാലുകൾ, അത് 2 ജോയിൻ ചെയ്യുമ്പോൾ അതിനെ സെക്കൻഡ് ഓർഡർ എന്ന് പറയും. അത് 2 സെക്കൻഡ് ഓർഡർ ജോയിൻ ചെയ്യുന്നതാണ് തേർഡ് ഓർഡർ സ്ട്രീം. അങ്ങനെയാണ് സ്ട്രീമിൻ്റെ ഫോർമേഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് ഒക്കെ ആൾക്കാർ വെള്ളം അവരുടെ പറമ്പിലേക്ക് ഒഴുകി വരാതിരിക്കാൻ വേണ്ടി ദേ വിൽ പുട്ട് സം ഒബ്സ്ട്രക്ഷൻസ്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ അതങ്ങനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ലീനിയമെൻറ്റിൽ കൂടെയാണ് ഈ ചാനലെല്ലാം പോകുന്നത്, വീക്കർ സോൺസ് ആണ്. അപ്പം വെള്ളത്തിനെ അവിടെ തടഞ്ഞു വെച്ച് കഴിയുമ്പോൾ വെള്ളം എന്താ പറ്റുന്നത്, അടിയിലേക്ക് പോകും. ആൻഡ് ദെൻ അത് താഴോട്ട് പോയി കഴിയുമ്പോൾ സെയിം തിങ്, ഇറ്റ് കനോട്ട് ഹോൾഡ്. അതാണ് ചെറിയ ചെറിയ സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ഈരാറ്റുപേട്ടയിലൊക്കെ തീക്കോയി സ്ഥലത്തൊക്കെ റെഗുലറായിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. അത് മെജോറിറ്റിയും ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആണ്. പിന്നെ ഈ തൃശ്ശൂർ സ്ഥലത്തൊക്കെയും കാണാവുന്നതാണ്. ഇതുപോലത്തെ സ്ട്രീംസ് എല്ലാം ആൾക്കാരുടെ നടപ്പാതകളാക്കി മാറ്റും. അവരതിനെ അവരുടെ വീട്ടിലേക്കുള്ള വഴികളാക്കും. നമ്മളിവിടെ പറയില്ലേ മുടുക്കെന്ന് പറയുന്നതൊക്കെ. സോ പണ്ട് കാലത്തെ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് ആണ് ഈ മുടുക്ക് എന്നൊക്കെ പറയുന്നത്, പലതും, എല്ലാം അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ഓൾട്ടർ ചെയ്യുമ്പം വെള്ളത്തിന് പോകാനായിട്ട് വേറെ മാർഗ്ഗമില്ലാതെ വരുമ്പം ഇറ്റ് ഹാസ് ടു ഗോ സംവെയർ. ആൻഡ് ഏതൊരു വെള്ളം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഹൈ എനർജി ഒരു മെറ്റീരിയൽ ആണല്ലോ. അപ്പോൾ അത് മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരാം. ഡോക്ടർ താര ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പെർട്ട് ആണ്. ലാൻഡ് സ്ലൈഡിന് പല റീസൺസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ അംബ്ലി പറഞ്ഞതുപോലെ ഒബ്വിയസ് ആയിട്ടുള്ള കുറേ റീസൺസ് ഉണ്ട്. ഒരു ഡിസാസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ താങ്കൾ എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡ് മാത്രമല്ല, ബാക്കി എല്ലാ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലും അതിൻ്റെ ആഘാതം കൂട്ടുന്നത് ഈ മനുഷ്യൻ്റെ ഇടപെടൽ തന്നെയാണ്. ഇപ്പോൾ ഈ മലകൾ തന്നെ നോക്കൂ. ഇതിപ്പോൾ ജനവാസ കേന്ദ്രത്തിന് വളരെ മുകളിലാണ് ഈ ഉരുൾപൊട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് വനമേഖലയിലുണ്ടായ ഒരു ഉരുൾപൊട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നോക്കിയാൽ നമ്മൾ ഈ മലകളെ നമ്മൾ പണ്ട് കാലത്ത് ഈ പട്ടണം എങ്ങനെയാണ് താഴെ ഈ ഉണ്ടായി വന്ന പട്ടണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായതാണ്. അപ്പോൾ അത് തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും വ്യാപകമായിട്ട് ഉണ്ടാക്കപ്പെടുകയും അവർക്ക് താമസിക്കാനായിട്ട് പട്ടണങ്ങൾ ഉണ്ടായി വരികയും അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുകയുമാണ് ചെയ്തത്. ആ ഭൂവിനിയോഗ രീതിയിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. ഏക വിളകൾ അവിടെ മോണോക്രോപ്പ് എന്ന് പറയുന്ന അവിടെ അങ്ങനെ സംഭവിക്കുന്നു. പല കുന്നിൻ ചെരുവുകളും മോണോക്രോപ്പ് കാരണം തന്നെ ഇത് പിടിച്ചു നിർത്താനായിട്ട് ഈ ഭൂമിയിൽ വിവിധതരം മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ടല്ലോ. അല്ല ഒരേ പക്ഷി ഒരു സ്ഥലത്ത് ആന മാത്രം, മറ്റേ ഒരു രാജ്യത്ത് പിന്നെ മയിൽ മാത്രം, അങ്ങനെ ഒരു രാജ്യമില്ലല്ലോ. എല്ലാം ബയോഡൈവേഴ്സിറ്റി റിച്ചാണ്. പരമായിട്ട് ശാസ്ത്രപരമായിട്ട് നിരവധി സ്പീഷീസുകളുള്ള ഒരു പ്രദേശം. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ പൊതുവെ. ഇവിടെ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പല മലയോര മേഖലകളും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, ചിലപ്പോൾ അത് സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ചിലത് ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അത് ടൂറിസം കുറച്ചുകൂടെ നല്ല സ്കെയിലിൽ കൊണ്ടുവരാനായിരിക്കും. ഈ വയനാട്ടിൽ മാത്രം 2022 10 ലക്ഷത്തിൽ പരം ആളുകൾ ഒറ്റ വർഷം വയനാട് സന്ദർശിച്ചിട്ടുണ്ട്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള പ്രദേശം. അവിടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഈ എന്താണ് സ്കൈ സൈക്ലിംഗ്, പിന്നെ കയാക്കിംഗ്, അഡ്വഞ്ചർ ടൂറിസം. ഇത് ഈ ഭൂവിനിയോഗത്തിലും ഭൂമിയിലും നമ്മൾ കടന്നുകയറ്റം നടത്തുന്നുണ്ട്. ഇതിനു വേണ്ടി ഒരുപാട് ഹോം സ്റ്റേകൾ വന്നു. നേരത്തെ ഡോക്ടർ അംബ്ലി പറഞ്ഞതുപോലെ ഭൂമിക്ക് അടിയിൽ ഈ വിള്ളലുകളുണ്ട്. ആ വിള്ളലുകൾ ഭൂമി മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ സാറ്റലൈറ്റ് പിക്ചർ വെച്ച് ഉപഗ്രഹ ചിത്രങ്ങളിൽ ഈ
വിള്ളലുള്ള പ്രദേശം നേർരേഖയായിട്ട് നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ അടിയിൽ ഇതുണ്ട്, അപ്പോൾ അവിടെ കൂടുതൽ പഠിക്കണം എന്ന്. നേർരേഖ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെൻസിൽ വരച്ച പോലെയല്ല, അവിടെ ചിലപ്പം മരങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ അതിനകത്ത് ഇങ്ങനെ ഒരു നേർരേഖ വരച്ച് വയ്ക്കുന്ന പോലെ. അതെല്ലാം മാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലീനിയമെൻ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഈ ലീനിയമെൻ്റ് മാപ്പ് കേരളത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കുറുകെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് കേരളം. ഈ ലീനിയമെൻ്റ് കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഇൻ്റർസെക്ഷൻ പോയിന്റിലാണ് ഗ്രൗണ്ട് വാട്ടർ ഏറ്റവും കൂടുതൽ ഭൂഗർഭജലമുള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ജിയോളജിസ്റ്റുകൾ വെള്ളം കുഴിക്കണം എന്നുണ്ടെങ്കിൽ ലീനിയൻ മാപ്പ് കറക്റ്റ് സ്കെയിലാണെങ്കിൽ അവിടെ പോയി കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. ഈ മേഖലകളെ കേന്ദ്രമാക്കിയിട്ടാണ് നമ്മുടെ ടെക്ടോണിക്സ് എല്ലാം നടക്കുന്നത്. അതായത് പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ വിള്ളലുകൾ ഉണ്ടാകുന്നതോ ഉരുൾപൊട്ടൽ സാധ്യതകളോ ഭൂകമ്പ സാധ്യതകളോ എല്ലാം ഈ ലീനിയമെൻ്റ് എത്രത്തോളം ഇത്തരം ഈ വിള്ളലുകൾ ഭൂമിക്കടിയിൽ പാറകളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാക്കിയിരിക്കും. ഏറ്റവും കൂടുതൽ ഈ വിള്ളലുകളുള്ള അല്ലെങ്കിൽ ലീനിയമെൻസ് ഉള്ള പ്രദേശത്താണ് ഇത്തരം സ്വാഭാവിക ദുരന്തങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം നടക്കുന്നത്. അതിൻ്റെ ആഘാതം കൂട്ടുകയാണ് നമ്മൾ വാസ്തവത്തിൽ ചെയ്യുന്നത്. ഈ ഫോറസ്റ്റ് കവർ ഇത് എന്താണ് മരങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിനകത്ത് അവിടെ നമ്മൾ ചെന്നിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ അവിടേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം നമ്മളെപ്പോഴും ഇവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് താഴെയാണ്. പക്ഷേ ഈ നദികൾ ഉത്ഭവിച്ചു വരുന്ന ഈ ഒഴുക്ക് ഉത്ഭവിച്ചു വരുന്ന അവിടെയാണ് നമ്മുടെ ഇടപെടലുകൾ വേണ്ടത്. ഇടപെടൽ എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിമറിക്കാനല്ല, അവിടെ ഈ മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കണം. അവിടെ ഈ സ്ലൈഡ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള, അതായത് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവാതിരിക്കാനുള്ള ഇൻ്റർവെൻഷൻ അവിടെ വേണം. അപ്പോൾ കാച്ച്മെൻറ്റ് ഏരിയ റിജുവനേഷൻ എന്നുള്ള കോൺസെപ്റ്റ്, അതായത് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒരു നദി ഉത്ഭവിക്കുന്നത് അവിടെയാണ് ഈ മഴവെള്ളം മുഴുവനും സംഭരിക്കപ്പെടുന്നത്. ആ മഴവെള്ളത്തിനെ പിടിച്ചു നിർത്താൻ അവിടെ സംവിധാനങ്ങളില്ലാതെ വന്നിരിക്കണം. സോഷ്യൽ ഫോറസ്ട്രി ഒരു വലിയ ഒരു റോൾ അതിനകത്ത് നമ്മൾ വഹിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മണ്ണ് സംരക്ഷണ കേന്ദ്രത്തിനെയോ ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഈ സോഷ്യൽ ഫോറസ്ട്രിയോ ഒരിക്കലും നമ്മൾ ഈ ദുരന്തങ്ങളുടെ സമയത്ത് നമ്മൾ മീഡിയ മുമ്പിൽ കൊണ്ടുവരുന്നില്ല. അതായത് അവരുടെ മുമ്പിൽ അവർ പ്രത്യക്ഷത്തിൽ അവരുടെ പങ്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെ അവരുടെ പങ്ക് ചർച്ച ചെയ്യപ്പെടണം. അവരെങ്ങനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ മേൽമണ്ണ് ഒരുപാട് ഒലിച്ചു പോയിരിക്കുന്നു. 2018 മുകളിലത്തെ മണ്ണ് ഒരുപാട് ഒലിച്ചു പോയിരിക്കുന്നു. ആ മേൽമണ്ണാണ് വെള്ളം കുറേയെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് താഴെയുള്ള പാറകളിൽ അല്ലെങ്കിൽ പാറകൾ എവിടെയുണ്ടോ മുകളിലാണ് കാടിൽ, അതിനകത്തേക്ക് ഈ വിള്ളലുകളുള്ള പാറകളുണ്ട്. അതിന് ഫ്രാക്ചേഴ്സ് എന്നാണ് പറയുന്നത്. ആ ഫ്രാക്ചേർഡായിട്ടുള്ള പാറകളിൽ, വിള്ളലുകളുള്ള പാറകളിൽ ഈ വെള്ളം ഊർന്നിറങ്ങുമ്പോൾ ഈ എണ്ണ പോലെ തന്നെ പാറകളെ തെന്നി മാറാൻ സഹായിക്കുന്ന ഒന്നാണ് വെള്ളം. അപ്പോൾ നമ്മൾ മലകളിൽ ഈ മലകളെ നമ്മൾ മാറ്റുമ്പോഴും ഓൾട്ടർ ചെയ്യുമ്പോഴും അവിടെ വീടുകൾ കൊണ്ടുവയ്ക്കുകയോ, ഇപ്പം മുകളിൽ വീട് കൊണ്ടുവച്ചു എന്നല്ല ഞാൻ പറയുന്നത്, താഴെ ഒരു പട്ടണത്തിൽ ആളുകൾ താമസമുണ്ടല്ലോ, ഇത്രയും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അവിടെ ക്വാറികൾ ഉണ്ടല്ലോ. ഇതിൻ്റെ അടുത്ത് 2018 ശേഷം വയനാടിൽ മാത്രം 66 ക്വാറികൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ മൊത്തമായിട്ട് 100-ൽ പരം 119-ഓ 129-ഓ ക്വാറികൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. മാധവ് ഗാഡ്ഗിൽ സോൺ 1 എന്ന് പറഞ്ഞ് പ്രത്യേകം മാറ്റി ക്ലാസിഫൈ ചെയ്ത് വർഗീകരിച്ച് മാറ്റി നിർത്തിയ പ്രദേശമാണ് വയനാട്. അതായത് നോ ന്യൂ കൺസ്ട്രക്ഷൻ, നോ സ്റ്റോൺ ക്വാറിയിങ്, ക്ലിയറായിട്ട് പറഞ്ഞാണ്. ഒറ്റ ക്വാറി പോലും അവിടെ വരരുത് എന്ന് പറയുന്ന സോൺ 1 അതീവ ദുർബല മേഖലയാണ്. അവിടെയാണ് നമ്മൾ 2018 ശേഷം 66 ക്വാറികൾക്ക് ലൈസൻസ് കൊടുത്തു. അതിന് മുന്നേ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ ഈ പറഞ്ഞ അനുസരിച്ച് വയനാടിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്യാരിയിങ് കപ്പാസിറ്റി സ്റ്റഡീസ് നടന്നിട്ടുണ്ടോ? ലൈക്ക് യു സെഡ് ദെർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ കമ്മിങ് ടു വയനാട് ആൻഡ് ഒബ്വിയസ്ലി അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ എഫക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് തരത്തിലാണ്? ക്യാരിയിങ് കപ്പാസിറ്റി സ്റ്റഡീസിൻ്റെ ആവശ്യമുണ്ടോ? നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല.
നടന്നിട്ടില്ല. ക്യാരിയിങ് കപ്പാസിറ്റി ഇടയ്ക്ക് ഒരു ഡിസ്ട്രിക്ട് കളക്ടർ കേശവേന്ദ്രകുമാറാണോ അത്, അദ്ദേഹം ഒരു ഓർഡർ ഇട്ടു, ഇവിടെ 3 നിലയിൽ കൂടുതൽ 1 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ പാടില്ല എന്നുള്ളത്. അത് വലിയ എന്താണ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒരുപാട് ഇതിനെതിരെ രാഷ്ട്രീയ സമരങ്ങൾ പോലും നടന്ന് അദ്ദേഹം പിന്നെ അവിടുന്ന് മാറേണ്ടി വന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ ഒറ്റ നില കെട്ടിടം എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടലിൻ്റെ മുഖ്യ ഒരു തത്വം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 20 ഡിഗ്രി സ്ലോപ്പിൽ കൂടുതൽ ചെരിവുണ്ടെങ്കിൽ, ചെരിവ് അളക്കുന്നത് ഇങ്ങനെ തിരശ്ചീനമായിട്ടുള്ളൊരു പ്രതലം, ഇപ്പം മല ഇതാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളാണ് അളക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 45 ഡിഗ്രി ചെരിവുള്ള ഒരു പ്രതലം എന്ന് പറയാം, ഇതാണെങ്കിൽ 90 ഡിഗ്രി ചെരിവുള്ള പ്രതലം, ഇത് ഏകദേശം ഒരു 16-15 ഡിഗ്രി. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുണ്ടെങ്കിൽ അത് ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള പ്രദേശമാണ്. കേരളത്തിൻ്റെ 50% മുകളിലും ഇത്തരം സ്ലോപ്പുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടെ ഈ ചെങ്കുത്തായ മലഞ്ചെരുവിൻ്റെ പുറത്താണ് അങ്ങനെ വീടുകൾ ഇങ്ങനെ നിറഞ്ഞ് വരുന്നത്. മൂന്നാറിൽ അദ്ദേഹം അത് അങ്ങനെ ഒരു ഓർഡർ വെച്ചു, നിങ്ങൾ ഇത് ഇവിടെ കൂടുതൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കരുത്. അവിടെ ഈ കെട്ടിടങ്ങൾ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി കെട്ടുന്നത് ഒറ്റ നില കെട്ടിടങ്ങൾ മാത്രം. ഈ കെട്ടിടങ്ങളുടെ നില കൂടി പോകുന്നതോറും അതിൻ്റെ ഭാരം കൂടുമല്ലോ. ഈ സ്ലോപ്പിൻ്റെ മലഞ്ചെരുവിൻ്റെ മുകളിൽ ടോപ്പ് ഓഫ് ദ ഹിൽ നിങ്ങൾ ഭാരം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. നിങ്ങൾ ഈ ബോട്ടം ഓഫ് ദ ഹിൽ ഇവിടെ നിങ്ങൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ കനാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വരികയാണെങ്കിൽ, വീട് കൺസ്ട്രക്ട് ചെയ്യാൻ ചിലപ്പോൾ മല അടിവാരം ഇങ്ങനെ തോണ്ടി നമ്മൾ പുത്തുമല കവളപ്പാറയിലൊക്കെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീ പ്ലാന്റേഷനിലെ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടി ഈ മല ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്ത്, അതായത് അതിനെ ചപ്പിച്ചിങ്ങനെ വയ്ക്കുക, അതിങ്ങനെ തുറന്ന് അവിടെ ഒരു ഫ്ലാറ്റ് ഗ്രൗണ്ട് ഉണ്ടാക്കും. അവിടെയാണ് ഈ ലയങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. ഈ പാവങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവിടെ ഇത് വൾണറബിൾ ആണ്, ഇത് മല എന്ന് വേണമെങ്കിലും അറിയാമായിരിക്കും, പക്ഷേ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ അവിടെ താമസിക്കുന്നതാണ്. വലിയ അപകടമാണ് അത് വരാൻ പോണത്. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദേശീയ ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, തീർച്ചയായിട്ടും പ്രഖ്യാപിക്കണം. കാരണം ഇത്ര മാസീവ് സ്കെയിലുള്ളതിനെ ഇത്രയും കാലതാമസം പാടില്ല. ദേശീയ ദുരന്തമായിട്ട് പിറ്റേ ദിവസം തന്നെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. കാരണം ഇങ്ങനെ ഒരു ഭയാനകമായ പ്രൊപ്പോർഷനുള്ളൊരു ലാൻഡ് സ്ലൈഡ് നമുക്ക് ഉണ്ടായിട്ടില്ല, അത് രാജ്യത്തുണ്ടായിട്ടില്ല.